പാലക്കാട് പുതുപ്പരിയാരത്ത് യുവതിയെ ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചോളോട് സ്വദേശിനി മീരയാണ് മരിച്ചത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം പറയുന്നു. മീര ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ബന്ധുക്കളുടെ പക്ഷം. പ്രേമവിവാഹമാണ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോൾ 1 വർഷമാണുള്ളൂ. രാത്രി 10 മണിക്ക് അവിടെ നിന്ന് എന്തോ പ്രശ്നമായിട്ട് പിണങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അടിപിടിയായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവൻ വന്ന് പിന്നെ വിളിച്ചു പോയ ശേഷമാണ് ഇതുണ്ട്. ഞങ്ങൾ രാവിലെ ഇപ്പോൾ വിവരം അറിഞ്ഞത്. സംഭവം എന്നാന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാനിപ്പോൾ എന്നെ ഏട്ടൻ വിളിച്ച് പറഞ്ഞതിനെ പോലെ മീര മരിച്ചു പറഞ്ഞപ്പോഴത്തേക്കിനാണ് ഞാനിങ്ങനെ അറിയണത്. അപ്പം ഞാൻ വേഗം അവളുടെ ചേച്ചി താരയെ വിളിച്ചപ്പോഴത്തേക്കിന് താര പറഞ്ഞ് രാത്രി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അമ്മായി, പ്രശ്നമാണ്, അവനെന്തോ ഉപദ്രവിച്ചിട്ടുണ്ടത്രേ. അപ്പോൾ അവൾ ഒറ്റയ്ക്കാണ് വന്നത്. പിന്നെ അവളോട് ഇന്ന് പോകണ്ട ഇരിക്ക്, നാളെ നമുക്ക് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അങ്ങനെ അവൾ ഇരുന്നപ്പോഴത്തേക്കിനാണ് ഇവൻ പിന്നെ രണ്ടാമത് വന്ന് വിളിച്ചിട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്രീജിത്ത്, എന്താണ് സംഭവം ഉണ്ടായത്? ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരന്തരമായി കേരളത്തിൽ ഉണ്ടാകുന്നു. തീർച്ചയായും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് ഈ മരിച്ച മീര. അവർക്ക് 29 വയസ്സുണ്ട്. അവർ ആദ്യ വിവാഹത്തിൽ ഒരു കുട്ടിയുണ്ട്. ആ വിവാഹബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷമാണ് ഇവിടെ തൊട്ടടുത്ത ഒരു സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്തിരുന്ന അനൂപ് എന്ന യുവാവുമായി പ്രണയത്തിലാവുന്നു. പിന്നീട് വിവാഹം കഴിക്കുന്നു. എന്തായാലും ഇന്ന് കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള തമ്മിലൊരു വഴക്ക് ഇരുവരും തമ്മിലുണ്ടായി. ശേഷം മീര സ്വന്തം ചോളോടുള്ള വീട്ടിലേക്ക് വന്നു. പുതുപ്പരിയാരം എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഭർത്തൃ വീട്. എന്തായാലും രാത്രി വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഇന്ന് പോകേണ്ടതില്ല, നാളെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് അനൂപ് വന്ന് വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട് എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അമ്മയെ വിളിച്ച് മരിച്ചുവെന്ന് വിവരം അറിയിക്കുകയായിരുന്നു. അതിനുശേഷം പക്ഷേ ഈ ആശുപത്രിയിലേക്ക്, ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് അനൂപോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരും തന്നെ വന്നില്ല എന്നും പറയുന്നു. എന്തായാലും ബന്ധുക്കൾക്ക് പരാതിയുണ്ട്. ഹേമാംബിക നഗർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. അനൂപിന്റെ മൊഴി അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SKN.